Type 2 Swiftile, കുറച്ചധികം വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്നൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിന്റെ ഹെഡ്ലാമ്പിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതിന്റെ ഹെഡ്ലാമ്പ് നോർമലായിട്ട് സ്വിഫ്റ്റിൽ വരുന്ന ടൈപ്പ് ഹെഡ്ലാമ്പായിരുന്നു. അപ്പോൾ എന്തായിട്ടും അത് ഒരു യെല്ലോ ഷെയ്ഡായിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഒരു പുതുമ കിട്ടാനായിട്ടും ഹെഡ്ലൈറ്റ് നമ്മൾ LED ഇടുന്നുണ്ട്. അപ്പോൾ വെട്ടം കിട്ടാനായിട്ട് നമ്മൾ പുതിയ ഹെഡ്ലാമ്പ് തന്നെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വെട്ടം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഡിസയറിന്റെ ഹെഡ്ലാമ്പാണ് ചെയ്തിട്ടുള്ളത്. 2017 മോഡൽ ഡിസയറിന്റെ ഒരു സ്മോക്കും അതേപോലെ തന്നെ ഒരു ക്രോം ഫിനിഷ് ആയിട്ട് വരുന്ന ഒരു കിഡിലൻ ഹെഡ്ലാമ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഹെഡ്ലാമ്പിൽ ഈ ഒരു ലുക്ക് കിട്ടണില്ലേ, അതുകൊണ്ടാണ് ഡിസയറിന്റെ ഹെഡ്ലാമ്പ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ Type 2 സ്വിഫ്റ്റിന് ഹെഡ്ലാമ്പ് മാറ്റാൻ താല്പര്യമുള്ള ആൾക്കാർ ഡിസയറിന്റെ ഹെഡ്ലാമ്പ് തന്നെ മസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കുക. അതാണ് ഒരു രസം കാണാനായിട്ട്. നമ്മുടെ ഹെഡ്ലാമ്പിന്റെ ബൾബ് ഹെലോജൻ ആയിരുന്നു. 60-55 വാട്ട് വരുന്ന ഒരു ഹെലോജൻ ബൾബ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് മാറ്റിട്ട് നമ്മൾ 240 വാട്ട് വരുന്ന ബൾബ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെട്ടം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പിന്റെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഫോഗ് ലാമ്പ് DRL ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. അതും അതിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത്യാവശ്യം നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഒപ്പം നമ്മൾ ആ ഒരു L ഷേപ്പിലുള്ള DRL കൂടി ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടിക്ക്. ജസ്റ്റ് ഇട്ട് കാണിക്കാം. പിന്നെ നമ്മുടെ ഹെല്ലയുടെ ടിൻടോൺ സീരീസ് ഹോണും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബാർ LED ചെയ്തിട്ടുണ്ട്. റിമോട്ട് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ബ്ലൂവും റെഡും കൂടി വരുന്നുണ്ട്. ഒപ്പം ഫുൾ വൈറ്റിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാടധികം മോഡുണ്ട് റിമോട്ടിൽ ഈ സാധനം കൺട്രോൾ ചെയ്യണം കേട്ടോ. ആ ഒരു ഫോഗ് ലാമ്പ് ഓൺ ചെയ്തിട്ടുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഫോഗ് ലാമ്പിലും DRL ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സെപ്പറേറ്റ് വെച്ചിട്ടുള്ള ആ ഒരു പേഡിൽ വരുന്ന L ഷേപ്പിലുള്ളതിലും DR കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ രണ്ടിലും ഇൻഡിക്കേറ്ററും കൂടി വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ബാർ LED കൂടി ഇട്ട് കാണിക്കാം കേട്ടോ. ഇൻഡിക്കേറ്റർ ഓൺ ആക്കുമ്പോൾ ഈ ലുക്കിൽ വരുന്ന മാട്രിക്സ് ആയിട്ട് വരുന്ന ആ ഒരു L ഷേപ്പിലുള്ള DRLന്റെ വരുന്ന, അതേപോലെ തന്നെ നമ്മളെ മറ്റേതിൽ നോർമലായിട്ട് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വൈറ്റും യെല്ലോവും മാറി കത്തുന്ന ടൈപ്പാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ബാർ LED ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് റിമോട്ടാണ് വരുന്നത് കേട്ടോ. ഇതിൽ തന്നെ ഒരുപാടധികം മോഡുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിഫ്യൂസർ ചെയ്തിട്ടുണ്ട്. ABS ക്വാളിറ്റിയോടുകൂടിയുള്ള ഡിഫ്യൂസറാണ്. ഇതിൽ സ്ക്രൂവും അതേപോലെ തന്നെ 3mm ഫിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. Type 2 സ്വിഫ്റ്റിന് കറക്റ്റ് ഫിറ്റ്മെന്റ് ആണ്. ഒപ്പം തന്നെ ABS ക്വാളിറ്റിയോട് കൂടിയുള്ള സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി ടൈപ്പ് സ്പോയിലറാണ്. ഇനിയിപ്പോൾ സ്പോർട്ടി ടൈപ്പ് സ്പോയിലർ നമുക്ക് അവൈലബിൾ ആണ്. ABS ആയതുകൊണ്ട് തന്നെ വേറെ ഇളക്കോ കാര്യമൊന്നും ഉണ്ടാവില്ല, വൃത്തിയോടൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് പെയിന്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ സ്വിഫ്റ്റിന് കമ്പനി ടൈപ്പും ഉണ്ട്, സ്പോർട്ടി ടൈപ്പും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രീമിയം ക്വാളിറ്റി ആംബിയൻസ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സൽ ആയിട്ടുള്ളതാണ്, സ്വിഫ്റ്റിൻ്റെതായിട്ടുള്ളതല്ല കേട്ടോ. ഒരുവിധം എല്ലാ വണ്ടിക്കും നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. നമ്മൾ മൊബൈൽ ഫോണിലാണ് ഇതിന്റെ ആ ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അടിപൊളി തന്നെയാണ്. ഇന്ത്യൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ നോർമലായിട്ട് എല്ലാ കളറും കൂടിയുള്ള മോഡാണ്. നമുക്ക് വേണമെങ്കിൽ സിംഗിൾ കളറും ഇതിലിടാം കേട്ടോ. അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ സീറ്റ് കവേഴ്സ് ആണ് നമ്മൾ നാഫ ലെതറിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സീറ്റ് കവേഴ്സ് ആണ്. ഇത് ക്യാപ്റ്റൻ നാഫയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫിനിഷിംഗിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുൾ ബ്ലാക്കിൽ അതേപോലെ തന്നെ സിൽവർ സ്റ്റിച്ചിങ്ങും സിൽവർ ഒരു പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസൈനും സിൽവർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്വിഫ്റ്റിൻ്റെതായിട്ടുള്ള മെഷർമെന്റ് ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. സീറ്റ് ഓൾട്രേഷൻ വർക്ക് ചെയ്യാനും പറ്റും കേട്ടോ. നമ്മുടെ ഇൻഫർടൈൻമെന്റ് ആണ് നമ്മൾ ആ ഒരു സ്വിഫ്റ്റിൻ്റെതായിട്ടുള്ള പാനൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ള 2x32 വരുന്നതായിട്ടാണ്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 6800 നമ്മൾ കൊടുക്കണ ആ ഒരു സ്റ്റീരിയോ ആണ്. 1 year റീപ്ലേസ്മെന്റ് ഉണ്ട്. വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇത് ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കിഡിലൻ പാനലും കൂടി നമ്മൾ എഴുതുന്നുണ്ട്. 1200 ആ ഒരു പാനലിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ HD ക്യാമറ ചെയ്തിട്ടുണ്ട്. റൗണ്ട് ബമ്പറിൽ ഹോൾ ചെയ്ത് പിടിപ്പിക്കുന്ന ടൈപ്പ് ക്യാമറ ചെയ്തിട്ടുള്ള. ജസ്റ്റ് ക്യാമറ ഇട്ട് ഞാൻ കാണിക്കാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ നമ്മൾ ചെയ്തിട്ടുള്ളത്.